മറുപടി പറഞ്ഞോട്ടെ. അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ വരാം. ഞാൻ അദ്ദേഹം ഈ BJPക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ പ്രകാശ് മാസ്റ്റർ പറഞ്ഞല്ലോ, അതിനുള്ള മറുപടി അതിനുശേഷം ഞാൻ താങ്കളിലേക്ക് വരാം. വളരെ പെട്ടെന്ന് ഞാൻ മറുപടി പറഞ്ഞ് തീർക്കാം. നൗഷാദലി ഒന്ന് കേട്ടാൽ മതി. എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളത്, പ്രകാശ് മാഷെ, പാർട്ടി ഗ്രാമമല്ല കേരളം മുഴുവനും. നിങ്ങളുടെ കണ്ണൂരിൽ കുറേ സ്ഥലം ഉണ്ടാവും. അതുകൊണ്ട് ഈ റഫേലിൻ്റെയും അതുപോലെ പെഗാസസിൻ്റെയും ഒക്കെ പേരിൽ അഴിമതിയാണെന്ന് പറഞ്ഞാൽ അത് കണ്ണൂരിലെ പാർട്ടി കോൺഗ്രസ്സിലോ അല്ലെങ്കിൽ പാർട്ടി ഗ്രാമത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ AKG സെൻറ്ററിലൊക്കെ പോയി പറഞ്ഞോ, അത് ആൾക്കാർ കേൾക്കും. സുപ്രീം കോടതി വലിച്ച് കുപ്പയിലിട്ട സാധനം പറയാൻ നാണാവില്ല എൻ്റെ മാഷേ. എനിക്ക് മാഷോട് വളരെ ദയനീയമായി സഹതാപത്വത്തോട് ചോദിക്കുക, ഒരല്പമെങ്കിലും നാണം വേണ്ടേ ഇങ്ങനെ പറയാൻ? എത്ര വർഷം മുമ്പ് സുപ്രീം കോടതി എടുത്ത് കാട്ടുകളഞ്ഞതാ. ഇപ്പം മാഷ് എന്നിട്ട് പറയാം തിരിച്ചടി നൽകും. ഏത് BJPക്ക് തിരിച്ചടി നൽകും? ഞാൻ മാഷോട് പറയാൻ ആഗ്രഹിക്കുക, 370 സീറ്റോടുകൂടി BJP മുന്നോട്ട് മുന്നേറുമ്പോൾ മരപ്പട്ടിയുടെയും ഈനാമ്പച്ചിയുടെയും തേളിൻ്റെ ഒക്കെ മുകളിൽ സഞ്ചരിക്കുന്ന ഒരു തിരിച്ചടി നിങ്ങൾ സഞ്ചരിക്കും. ഈ ഈനാമ്പച്ചിയുടെയും മരപ്പട്ടിയുടെയും മുകളിൽ സഞ്ചരിക്കുന്ന ഗതികേടായിരിക്കും നിങ്ങൾക്ക് ജനങ്ങൾ തരാൻ പോകുന്നത്. കാരണം അഴിമതിയില്ലാത്ത ഭരണം നടത്തുന്ന മോദിയെ വീണ്ടും പ്രധാനമന്ത്രിയാക്കുമ്പോൾ അഴിമതിയുടെ തെളിവുകൾ ശേഖരിച്ച് അഴിമതി ചെയ്തിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വീണ്ടും അധികാരത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞാൻ ആവർത്തിച്ചുകൊണ്ട് പറയാണ്, അഴിമതി നടന്ന തെളിവുകൾ കിട്ടുന്നതോടെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ജയിലിൽ പോകുന്ന രണ്ടാമത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും. പിണറായി വിജയൻ പിന്നൊരു എന്താ പറയുക, ഒരു സൗകര്യമുണ്ട്, കാരണം കൂടെ മകളുമായിരിക്കും. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട, രക്ഷപ്പെടാൻ അനുവദിക്കില്ല. ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കും, യാതൊരു കോംപ്രമൈസും ഇല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ. ഗോപികൃഷ്ണ, എനിക്ക് പറയാനുള്ളതേ, നിങ്ങൾ ഗോപാലകൃഷ്ണനോട് നിർത്താൻ പറയണം. എനിക്ക് പറയാനുള്ളത്, ഞാനിവിടെ ഞെട്ടിപ്പോയി. ഗോപാലകൃഷ്ണൻ ഡൽഹി ഹൈക്കോടതി കേജ്രിവാളിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് BJP സർക്കാരിനോട് ചോദിച്ചു എന്നുള്ള പച്ച നുണ ഗോപാലകൃഷ്ണൻ പറയാണ്, ഒരു ഇംഗ്ലീഷ് പരിഭാഷയൊക്കെ പറഞ്ഞുകൊണ്ട്. അതൊന്ന് തെളിയിക്കുകയാണെങ്കിൽ ഗോപാലകൃഷ്ണൻ പറഞ്ഞ പണി ഞാൻ എടുക്കാമെന്ന് പരസ്യമായിട്ട് പറയാണ്. രണ്ടാമതായിട്ട് കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചല്ലോ, കോൺഗ്രസ് 2017 അരവിന്ദ് കേജ്രിവാളിനെതിരെയും കേസെടുക്കാനാണ് പറഞ്ഞത്. ഇതാ ഉത്തരം മുട്ടുമ്പോൾ ഗോപാലകൃഷ്ണൻ കൊഞ്ഞനം കുത്തരുത്. കോൺഗ്രസ് സക്സേനയും ഈ പറഞ്ഞ കേജ്രിവാളും തമ്മിലുള്ള അൺഹോളി നെക്സസാ പറഞ്ഞത്. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ സക്സേനക്കെതിരെ കേസെടുക്കണം. അയാൾ ഖാദി ബോർഡ് വൈസ് ചെയർമാനായിരുന്ന കാലത്ത് 1400 കോടി രൂപ ഡീമോണിറ്റൈസേഷനിലൂടെ മാറ്റിയെന്ന ആരോപണത്തിന് വിധേയനായ ഒരാളാണ്, വലിയ അഴിമതിക്കാരനാണ്. നിങ്ങൾ ആ സക്സേനക്കെതിരെയും കൂടി കേസെടുക്കണം. കോൺഗ്രസ് പറഞ്ഞിട്ടാണ് കേസെടുത്തതെങ്കിൽ ഞങ്ങള് 2017 ഡിസംബറിലാണ് ഈ പത്രസമ്മേളനം നടത്തിയത്. 2022 നിങ്ങൾ സക്സേനക്കെതിരെ പോയി കേസെടുക്കണം. അല്ലാതെ വാദിയുടെയും പ്രതിയുടെയും ന്യായാധിപന്റെ ഒക്കെ റോൾ ചാനൽ വന്നിരുന്ന പ്രകാശ് മാഷ് ഒരു ഒറ്റ മിനിറ്റിൽ പ്രകാശ് മാഷ് ഒരു മറുപടി പറയാമോ? മുഖ്യമന്ത്രിയും മകളും ഒക്കെ ജയിലിൽ പോകുന്ന അനുഭവമായിരിക്കുമെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞതിനുള്ള ഒരൊറ്റ മറുപടി പ്രകാശ് മാഷ്, ഒരു മിനിറ്റ്. അല്ലെങ്കിൽ പ്രകാശ് മാഷിന് ആ സമയം ഞാനൊന്ന് കൊടുക്കുകയാണ്. 1 മിനിറ്റ് സമയം കഴിഞ്ഞെങ്കിലും പ്രകാശ് മാഷ് ഒരു മറുപടി ഒന്ന് പറയൂ. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ എക്കാലത്തും ഓർമ്മിക്കപ്പെടുന്ന ഒരു നാമമായിരിക്കും കേരള മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാവേണ്ട കാര്യമില്ല. ആ സൂര്യന്റെ തേജസ് BJPക്കാരുടെ ഈ പറയുന്ന അദ്ദേഹത്തെ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മുഖ്യമന്ത്രിക്ക് 2ാം കൂടെ കിട്ടിയത് പിണറായിക്കാണ്. നിങ്ങൾ പരിശോധിക്കണം, ഈ കേരളത്തിൽ വേറെ ആർക്കും കിട്ടിയിട്ടില്ല. ശരി, കേരളത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണ വഴികളിൽ തട്ടി വീഴാൻ പോകുന്നത് ആരൊക്കെ, അത് തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ ഗുണകരമാക്കി മാറ്റാൻ ശ്രമിക്കുമെന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.